നമ്മൾ തന്നെ ഉപയോഗിക്കാത്ത സാധനം നമ്മൾ എങ്ങനെ വിൽക്കും? അത് 45 തൊട്ടാണ് സ്റ്റാർട്ടിങ് പറയണത്. പക്ഷെ 45 പറച്ചിൽ മാത്രമുള്ള ക്രേപ്പ് മെറ്റീരിയൽ അഫ്ഗാനി സ്റ്റൈൽ. ഓഹോ, ഇതെന്തത് മുതൽ എന്താ പറയാ, അതൊന്നും മേടിക്കണ്ട. പുറം ലോകം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു 500 കൂടി കൂട്ടിയിട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ പറയുമ്പോൾ ഒരു നൊസ്റ്റാളജി ഫീലിംഗ്. അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു ഫിഗർ കോൺസെപ്റ്റ് പോലെ എന്തൊക്കെയോ ഇതിൽ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി പീസില്ല, കളറും അടിപൊളി. ഈ കാണുന്നതൊന്നും പ്രിന്റ് അല്ല കേട്ടോ, ഫുൾ വീവിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഡബിൾ പീസ് ഒരു സെറ്റാണ്. കൗഡിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുപോലത്തെ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ കോട്ട് സെറ്റിൽ പെട്ടതാണ്. ഇതാണെങ്കിൽ അത് നേരത്തെ കണ്ടത് എംബ്രോയിഡറി ആണെങ്കിൽ ഇത് ഫുൾ ഹെവി നമുക്ക് കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഈ കാണുന്നതും ഇപ്പുറത്തെ സൈഡും എല്ലാതും വരും. പിന്നെ വരുന്നത് നോർമലായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബ്രഷ് പെയിൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതും ഒരു കോട്ട് സെറ്റ് തന്നെയാണ്. 2 പീസിൻ്റെ ഒരു സെറ്റാണ്, ഫുൾ എംബ്രോയിഡറിയുടെ വർക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ നമുക്കതാ ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഫുൾ റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു 45 തൊട്ടാണ് സ്റ്റാർട്ടിങ് പറയണത്. പക്ഷേ 45 പറച്ചിൽ മാത്രമുള്ളൂ. പക്ഷേ അതിനേക്കാളും എന്താ പറയുക, അതൊന്നും മേടിക്കണ്ട. അതൊക്കെ എന്താ പറയുക, ഒരു ചാരിറ്റി പർപ്പസിന് വെറുതെ പേരിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സംഭവം. ഇതൊക്കെ കാണാനൊക്കെ സാമ്പിളാട്ടോ. ഇതൊക്കെ 2 പീസ് 3 പീസ് സിംഗിൾ പീസ് ഗൗൺ അങ്ങനെ കോട്ട് സെറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും. ഇപ്പോൾ ഈ ഒരു കാണുന്ന ഏരിയയിൽ ഇതാ ഇപ്പുറത്തും ഇവിടെ ആയാലും ഇപ്പുറത്തായാലും ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ഒരു കസ്റ്റമർ വരികയാണെങ്കിലേ അവിടെ സോഫമേരിക്കും, ഇവിടെ സെയിൽസ്മാൻ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെയും കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്നും നമുക്ക് ഇവിടെ ഇതാർക്കും വേണ്ടി എടുത്തു വെച്ചാണെന്ന് തോന്നുന്നത്. എന്നാലും നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് കസ്റ്റമർ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ സെയിൽസ്മാൻ കാണുന്ന പോലെ നമുക്ക് അങ്ങനെ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. ഒക്കെ റെഡിമെയ്ഡ് ആയിക്കോട്ടെ. ഇത് തന്നെ കാണിക്കാം നമുക്ക്. ഇനി വേറെ ഒന്ന് തപ്പാനും പിടിക്കാനൊന്നും പോകണ്ട. അപ്പോൾ മക്കളെ അവിടെ ഇരുന്നോളേ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഒന്ന് വേണം. ആജാ ഒന്ന് ആരെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഇതൊന്ന് തുറന്ന് ഇങ്ങനെ നിവർത്തി കാണിക്കാൻ പറ്റുക. ഇഷിത ഹൗസ് बोलो ना. इशिता हाउस फैक्ट्री आउटलेट. दम लगा के बोलो. इशिता हाउस फैक्ट्री आउटलेट. ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റ്. യെസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട് സൂറത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമുക്കിപ്പോൾ ഈ വെച്ചിട്ട് കാണിക്കാം. നമുക്കിതാ ഇതിൽ ഫുൾ ഒരു സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. എംബ്രോയിഡറി നോർമൽ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. കുർത്തി ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, അങ്ങനെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഇതും കുർത്തി തന്നെയാണ്. കുർത്തിക്ക് വയസ്സ് സ്റ്റാർട്ടിങ് റേറ്റ് കിട്ടുന്ന പോകാം 45. പക്ഷെ അത് മേടിക്കേണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഈ 45 എന്നൊക്കെ പറഞ്ഞു ഞാൻ വീണ്ടും പറയണം, നമ്മൾ തന്നെ ഉപയോഗിക്കാത്ത സാധനം നമ്മൾ എങ്ങനെ വിൽക്കും? അത് എത്ര രൂപയ്ക്ക് വിൽക്കും? അപ്പോൾ അതിൻ്റെ പിന്നാലെ പുറകെ പോവാണ്ട് കുറച്ച് കൂടുതൽ എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ റേറ്റ് കൊടുത്തിട്ട് മാർജിൻ കുറവ് നമ്മൾ സെയിൽ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കടയിൽ ഒരു പേര് കിട്ടും. നമ്മുടെ കടയിൽ ആ ഒരു എന്താ പറയുക ജെന്യൂറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒരു അടുത്ത കുർത്തിയാണ്. ഇതിൽ യോക്രി ഇങ്ങനെ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന സാമ്പിൾസ് മാത്രമാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം ഓരോ ദിവസവും ഓരോ കസ്റ്റമേഴ്സ് വന്ന് അവർ ഓരോന്ന് പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്സ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പുതിയ കളക്ഷൻസ് വരും. കാരണം ഇവർ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എപ്പോഴും വേറെ ഡിഫറെൻറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയോ, ഒരു അംബ്രേല സ്റ്റൈലിലുള്ള ഗൗൺ. ഇതൊരു അംബ്രേല ആയാലും എത്ര 4 പാനലാണ് ഇത് വരുന്നത്. 4 പാനൽ 8 പാനൽ ഫ്രില്ലോട് കൂടിയിട്ട് വരുന്നത് ഗൗൺ സ്റ്റൈലിൽ. അതിൽ തന്നെ നമുക്ക് സ്ലീവ്ലെസ്സിൽ വരുന്നുണ്ട്. ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫുൾ പ്രിൻറ്റ് ഫോയിൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള വർക്ക് വരുന്നത്. ആൻഡ് ഹാസ് യൂഷ്വൽ കോട്ട് സെറ്റ് നമുക്ക് എല്ലാവർക്കും ഇത്തിരി ഫേവറേറ്റ് ആണ്. കോട്ട് സെറ്റ് तो अभी ज़्यादा चल रहा है. ഇതാ എന്താ രസമല്ല കാണാനായിട്ട്. ഇത് ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് ആട്ടോ. വൈറ്റിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ട് ഇതിൽ കളേഴ്സ് മിൽ ജായേगा ना. കളേഴ്സ് കിട്ടും. ഇനി ഇത് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ ഒരു സെറ്റായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇത് ഹോൾസെയിലാണ്. കടക്കാർ മാത്രം വിളിച്ചാൽ മതിയിട്ടാ. അതാണ് സിംഗിൾ പീസിലൊന്നും ആരും വിളിക്കേണ്ട അവിടേക്ക്. ഇതാ ഇതും ഒരു 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഫുൾ എംബ്രോയിഡറി വർക്ക്, അതിൽ ഫോയിലിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് സൈഡിലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഫുൾ സ്ലീവോട് കൂടിയിട്ട് ഈ ഒരു വർക്ക് ഫ്രണ്ട് ബാക്ക് എല്ലായിടത്തും എംബ്രോയിഡറി വിത്ത് പ്ലെയിൻ പാൻറ്റ് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. നേരിട്ട് വരാൻ പറ്റാത്തവർക്ക്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൂറത്ത് എന്ന് വെച്ചാൽ ഗുജറാത്തിലുള്ള സൂറത്തിൽ ആണ് നിൽക്കുന്നത്. ഇത് ഉദന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഉദന സ്റ്റോപ്പ് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ. അതേപോലെ തന്നെ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഉദനയിൽ നമ്മുടെ നാട്ടിലത്തെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തില്ല. ഏത് റെയിൽവേ സ്റ്റേഷനിൽ
उधना रेलवे स्टेशन यहाँ से नज़दीक है क्या? हाँ 5-10 मिनट 10 മിനിറ്റ് ആ പക്ഷെ ഉദനയിൽ നമ്മുടെ ട്രെയിൻ നിർത്തില്ലാന്നേ. നമ്മുടെ ട്രെയിൻ നിർത്തുന്നത് സൂറത്തിൽ നിർത്തുള്ളൂ. അവിടെ നിന്നാണെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഉദന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അധികം ഹോൾസെയിലേഴ്സ് കടയായിട്ട് ഇട്ടിട്ടുണ്ടാവില്ല, കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. കാരണം ഇത് ഏരിയ എന്ന് പറയുന്നത് മില്ല് ഏരിയ ആണ്. പക്ഷെ അന്ന് ഡയറക്റ്റ് നമുക്ക് മില്ലിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. എന്താ വെച്ചാൽ അവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ ആരും ഇരിക്കില്ല. കാരണം അത് വലിയ വലിയ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ മാത്രമേ ഇരിക്കുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് ആൾക്ക് പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് വേറെ നേരം കളഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇത് അടുത്ത കളക്ഷൻ നോക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും ഫുൾ ഒരു ഖാദി കോട്ടൺ മെറ്റീരിയൽ, ഒരു ബ്രഷ് പെയിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ്, പിന്നെ യോക്കിൽ നല്ലൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് വിത്ത് ടെസൽസോട് കൂടിയിട്ട്. പാൻറ്റിൻ്റെ എൻഡ് പോർഷനിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെയിം ഡീറ്റെയിൽ കോട്ട് സെറ്റ് എന്നും പറയാം ഇതിന്. ഒരു കോട്ട് സെറ്റിൽ തന്നെ ഷോർട്ട് ലോങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും അവൈലബിൾ ആണ്. ഇത് കോളറിൽ ഇങ്ങനെ, ഇതാണെങ്കിലോ ഫ്രണ്ടിലാണ് ഇങ്ങനെ കോളറിൽ വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നന്നായിട്ടുണ്ട് അല്ലേ? ബാക്കിലൊക്കെ നോക്കിയേ, പ്ലെയിൻ ആണ് പക്ഷേ ഫ്രണ്ട് ഇതിൻ്റെ ഈ കളർ भी अच्छा है कि नहीं? हाँ ओ ये कौन सा मटेरियल है? मटेरियल वैसा मतलब ഒരു ക്രേപ്പ് അഫ്ഗാനി സ്റ്റൈൽ पे हाँ മെറ്റീരിയൽ ഒരു ക്രേപ്പ് മെറ്റീരിയൽ അഫ്ഗാനി സ്റ്റൈൽ. ഓഹോ ഇതെന്തത് മുതൽ നോക്കിയേ. പക്ഷെ ഇത് ഇങ്ങനെ ഇട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ലുക്ക് ഫീൽ ചെയ്യുള്ളൂ. नेक्स्ट वीडियो में मैं ये पहनूंगी. सही है कि नहीं? मस्त है. और साइज कैसा मिलेगा? मिल जाएगा മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെയായിരിക്കും കിട്ടുക. ഇത് നോക്കുകയാണെങ്കിലേ കൈ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ വിരിഞ്ഞിരിക്കണത് ഇങ്ങനെ ടവൽ ഡിസൈനോ ഹാൻഡ് കർച്ചീഫ് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവരുടെ ഭാഷയിൽ പറയുന്നത് ഇത് അഫ്ഗാനി സ്റ്റൈലിലുള്ള ഡിസൈൻസ് ആണ്. ഓവറോൾ എനിക്ക് ഇഷ്ടമായിട്ടോ. അത് മെറ്റീരിയലും നല്ലതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതാ ഇതും നോക്കിയേ. ഇത് ഈ 3 പീസ് മേ ആകിയ 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് വേണം. ദുപ്പട്ട വിത്ത് ഒരു നല്ലൊരു പാൻറ്റ് പലാസോ, എലിഫൻറ്റ് പലാസോ ആണ് കേട്ടോ അത് വരുന്നത്. അതുപോലെ ഈ ഒരു പോർഷൻ ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് 500-ന് മുകളിലൊക്കെ ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുകയാണ്, നല്ലതിന് നല്ലത് കൊടുക്കേ വേണം, നല്ല കാശ് കൊടുക്കേ വേണം. ക്വാളിറ്റി കുറവാണെങ്കിൽ അതിനുള്ള റേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നേരിട്ട് വരാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ, വരാൻ പറ്റാത്തവരാണെങ്കിൽ വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കോട്ടണിൽ അനാർക്കലി സ്റ്റൈൽ, അതിൽ ദുപ്പട്ട മൽമൽ കോട്ടൻ്റെ, ഇത് പ്യുവർ ഒരു ജയ്പൂരി സ്റ്റൈൽ കോട്ടണിൽ അനാർക്കലി സ്റ്റൈൽ. അനാർക്കലി तो ऑल टाइम फेवरेट ഉണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ലുക്ക്, ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഫീലിംഗ് അതിൽ തന്നെ കിട്ടുന്നുണ്ട്. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അനാർക്കലി സ്റ്റൈലിലുള്ള റേറ്റ് നമ്മൾ എടുത്ത് പറയില്ല. ഇനി കമൻറ്റിൽ വരും, ചേച്ചി എന്താ റേറ്റ് പറയത്തെ, ചേച്ചിക്ക് റേറ്റ് പറഞ്ഞുകൂടെ, ചേച്ചിക്ക് വീഡിയോ ഞങ്ങൾ കാണുന്നതിൽ എന്താ അർത്ഥമുള്ള റേറ്റ് പറഞ്ഞിട്ട് ചെയ്തുകൂടെ പറഞ്ഞിട്ട് ഇത് എന്നെ കേട്ട് ഞാൻ മടുത്തുട്ടാ. ഇത് റേറ്റ് ഇങ്ങനെ പറയുക, ഇത് ഹോൾസെയിലാണ്. सब लोग बोलते हैं रेट बोलो कैसा रेट बोलेंगे? റേറ്റ് എങ്ങനെ പറയാൻ പറ്റും? ഇത് ഹോൾസെയിലല്ലേ. ഹോൾസെയിലാകുമ്പോൾ നമ്മൾ റേറ്റ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റ് പറയാതെ. ഇപ്പോൾ ഈ റേറ്റ് പുറം ലോകം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു 500 കൂടി കൂട്ടിയിട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ നിങ്ങളുടെ കടയിൽ വന്ന് തല്ലൂടില്ലേ ആൾക്കാർ. ഇനി മൂന്നാമത്തെ കളക്ഷൻ 3 പീസിൻ്റെ കളക്ഷൻ കേട്ടോ. ഇതാ ഇതൊരു 3 പീസിൻ്റെ ഒരു കളക്ഷനാണ് വരുന്നത്. റെഡിമെയ്ഡിൽ തന്നെ വരുന്നത് കേട്ടോ. ഷിമ്മർ ബേസിൽ കളർ നല്ല ഒരു പർപ്പിൾ ഷെയ്ഡിൽ യോക്കിൽ നല്ല വർക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഇവിടെ ഉള്ള സംഭവമാണ്. നാളെ എന്തെന്ന് എനിക്ക് അറിയില്ല. ഇനി ഇതും നല്ലൊരു ട്രെൻഡിൽ പോകുന്ന ഒരു കളറാണ്, ഒരു ഗ്രീൻ. ഈ ഗ്രീൻ കളർ तो भी ट्रेंड पे चल रही है बहुत ज़्यादा. ഇത് കൂടുതൽ ട്രെൻഡിൽ പോകുന്നു. ഇനി മലയാളി സ്റ്റാഫ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സൂറത്തിലാണ് ഗുജറാത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മലയാളി സ്റ്റാഫാണ് എടുക്കുക. അപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏജൻറ്റുമാരുടെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ സൂറത്തിൽ ഇറങ്ങിയാൽ തന്നെ കുറേ പേര് ഓട്ടോറിക്ഷക്കാരൊക്കെ ചുറ്റും നിൽക്കും. എൻ്റെ എന്താ പറയുക, മാനുഫാക്ചറിൻ്റെ അടുത്തേക്ക് പോകണം, ഹോൾസെയിലിൻ്റെ അടുത്തേക്ക് പോകണം, മില്ലിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറുമ്പോൾ അവർ ഞങ്ങൾ കൊണ്ടുപോകാം, അവിടേക്ക് കൊണ്ടുപോകാം, ഇവിടേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കമ്മീഷൻ കിട്ടുന്ന കടയിലേക്കായിരിക്കും അവർ കൊണ്ടുപോവുക. അപ്പോൾ അത് ചതിയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയണത്. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇവർ തന്നെ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഫ്രീ ഓഫ് കോസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ വിളിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചതിയിൽ പെടാണ്ട് നോക്കിയാൽ മതി. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയാം, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നേക്കാളും നല്ലത് നിങ്ങൾ നേരിട്ട് വരാം, കൺമുന്നിൽ കണ്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വീണ്ടും ഗ്രീൻ, ഇതും ഒരു ട്രെൻഡിൽ നിൽക്കുന്നത്. ആവാജ് നോക്ക്, ഇതൊക്കെ പറയുമ്പോൾ ഒരു നൊസ്റ്റാളജി ഫീലിംഗ് അല്ലേ. നമ്മുടെ പണ്ടത്തെ ഒരു കൗടി, ഇന്നൊക്കെ ആരും കൗടി കളിക്കുന്നത്. എന്തായാലും
ഇതൊക്കെ ഡ്രസ്സിലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതെന്നെ സമാധാനം. പണ്ടത്തെ കാലത്ത് നമ്മൾ എന്തോരം കൗടി കളിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഡ്രസ്സിലെങ്കിലും നമ്മുടെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ ഈ ഒരു കൗടി. അപ്പോൾ ഇതും 2 പീസ് അല്ല 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ലാവെൻഡർ ഷെയ്ഡിൽ നല്ല ഒരു അടിപൊളി 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത് ഇതാ. ഇതിൽ സ്ലീവിലും ഇതുപോലെ തന്നെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മെറ്റീരിയൽ വൈസ് എന്താ ഏതാന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. അടിപൊളി ഒരു ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നൊരു കളക്ഷൻ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹെവി പീസ് കളക്ഷനാണ് വരുന്നത്. അതിൻ്റെ ബാക്ക് ആൻഡ് ദുപ്പട്ട ഒരു പാൻറ്റൊക്കെ പീछे भी വർക്ക് है. ഇതേ പാൻറ്റിൻ്റെ പിന്നിലും വർക്ക് ഉണ്ട്, ഫ്രണ്ടിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും വർക്ക് വർക്ക് വർക്ക്. യെസ്. ഇനി നമ്മുടെ ഇഷ്ടപ്പെട്ട കളർ ഓഫ് വൈറ്റ്. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഓഫ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ്. ആ ഒരു പ്രത്യേകത ഇതിലെന്തായാലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ വർക്കോട് കൂടിയിട്ട്. അതുപോലെ ഇതിനും വേണ്ടിയിട്ട് ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ്, യോക്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ടച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് പോർഷനിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പിന്നെ പാൻറ്റിന് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല. സെയിം മെറ്റീരിയൽ തന്നെയാണ്, സാൻറ്റോൺ മെറ്റീരിയൽ. ഇതും എനിക്കിഷ്ടം കേട്ടോ. ഈ ഒരു എന്താ പറയുക, മെറ്റീരിയൽ അല്ല പറയണത്, കളറിനെ കുറിച്ചിട്ടാണ് പറയണത്. റാണി പിങ്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റാണ്, പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ഇതിനെക്കുറിച്ച് പിന്നെ എത്ര പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യം പറയാണ്ട് ഞാനിവിടെ നിർത്താണ്. ഇതും ഒരു ഇഷ്ടപ്പെട്ട കളറൊക്കെ തന്നെയാണ്. യെല്ലോയിലും മസ്റ്റേർഡ്. യെല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ പറയേ വേണ്ട, എന്താല്ലേ ഒരു ഫിഗർ കോൺസെപ്റ്റ് പോലെ എന്തൊക്കെയോ ഇതിൽ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 15 മിനിറ്റ് ഡിസ്റ്റൻസിൽ ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോൾസെയിലാണ്. വീണ്ടും പറയണ കച്ചവടക്കാർക്ക് മാത്രം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണവർക്ക് മാത്രമാണ് ഇവിടേക്ക് വിളിക്കേണ്ടത്. ഒരു സിംഗിൾ പീസിന് ഇവർ എൻ്റർടൈൻ ചെയ്യില്ല. ഇവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ സാരീസ് 2 പീസ് 3 പീസ് അങ്ങനെ എല്ലാം വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ആപ്പ് ബോൾ ദോ. Bye.